Hi everyone. Research methodology എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റിന്റെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് സർവേ എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടോപ്പിക് സെൻസസ് എന്താണ്, സെൻസസ് മെത്തേഡ് എന്താണ്, ദെൻ സാമ്പിളിംഗ് എന്താണ്, സെൻസസിന്റെയും സാമ്പിളിംഗിന്റെയും രണ്ടിന്റെയും ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ്, അതായത് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ രണ്ടിന്റെയും അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, മെറിറ്റ്സ് എന്തൊക്കെയാണ്, ഇത്രയും ടോപ്പിക്കാണ് നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സാമ്പിളിംഗ് തിയറീസ്. യെസ്, സാമ്പിളിംഗ് തിയറി ഈസ് എ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്സ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ എ പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾസ് ഡ്രോൺ ഫ്രം ദി പോപ്പുലേഷൻ. നമ്മളൊരു പോപ്പുലേഷന് തിരഞ്ഞെടുക്കുന്ന ഡ്രോൺ ചെയ്യുന്ന സാമ്പിൾസും അത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സ്, അത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് സാമ്പിളിംഗ് തിയറിയിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആൻഡ് ദ പർപ്പസ് ഓഫ് സാമ്പിളിംഗ് തിയറി ഈസ് ടു മേക്ക് സാമ്പിളിംഗ് മോർ എഫിഷ്യൻറ്റ്. നമ്മൾ ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, സാമ്പിൾസ് കളക്ട് ചെയ്യുമ്പോൾ, സാമ്പിൾസ് ഡ്രോൺ ചെയ്യുമ്പോൾ ആ സാമ്പിളിംഗ് മോർ എഫിഷ്യൻ്റ് ആക്കണം, മോർ എഫക്റ്റീവ് ആക്കണം, മോർ അക്യുറേറ്റ് ആക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്, സാമ്പിളിംഗ് തിയറി യൂസ് ചെയ്യണത്. And it attempts to develop methods of sample selection and estimation that provide at lowest possible cost. അതുപോലെ തന്നെ സാമ്പിളിംഗ് തിയറി യൂസ് ചെയ്യുന്നതോട് കൂടിയിട്ടുള്ള നമ്മുടെ മെറിറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏത് രീതിയിൽ വേണം നമ്മൾ സാമ്പിൾസ് സെലക്ട് ചെയ്യാൻ, അത് ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ, നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ലോവസ്റ്റ് കോസ്റ്റിൽ എങ്ങനെയാണ് നമുക്ക് സാമ്പിൾസ് ഡ്രോൺ ചെയ്യാൻ വേണ്ടി പറ്റുക, സാമ്പിൾസ് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക, അതിന് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെയാണ് നമ്മുടെ സാമ്പിളിംഗ് തിയറിയിലൂടെ നമ്മൾ എന്ത് ചെയ്യണത്, അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, സാമ്പിളിംഗ് തിയറിയുടെ പർപ്പസ്. സോ സാമ്പിളിംഗ് എന്താന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പം നമ്മുടെ എം കോം ക്ലാസ്സിനെ നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അതിന്ന് 10 അല്ലെങ്കിൽ ഒരു 5 ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യാണ് ഒരു പർപ്പസിന്, ഓൺലൈൻ ക്ലാസ്സിന്റെ എഫക്റ്റീവ്നെസ് പഠിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രോൺ ചെയ്യുന്നതാണ് നമ്മുടെ സാമ്പിൾസ് എന്ന് പറയുന്നത്. ആ സാമ്പിൾസും പോപ്പുലേഷനും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിനെയാണ് നമ്മുടെ സാമ്പിളിംഗ് തിയറിയിലൂടെ സ്റ്റഡി ചെയ്യണത്. അതുപോലെ തന്നെ മിനിമം പോസിബിൾ ആയിട്ടുള്ള ഒരു മിനിമം കോസ്റ്റിന് എങ്ങനെയാണ് സാമ്പിൾസ് ഡ്രോൺ ചെയ്യാൻ വേണ്ടി പറ്റുക, അതിന് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക, അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ സാമ്പിളിംഗ് തിയറി എന്ത് ചെയ്യുന്നുണ്ട്, അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. യെസ്, ദെൻ ദ നെക്സ്റ്റ് വൺ നമുക്കറിയുന്ന കാര്യമാണ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്. സാമ്പിളിങ്ങിന് 2 മെത്തേഡ്സ് ആണുള്ളത്. നമ്മൾ ഓൾറെഡി ചെറിയ രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതായിരുന്നു. പ്രോബബിലിറ്റി സാമ്പിളിംഗും ഉണ്ട്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗും ഉണ്ട്. ആക്ച്വലി ഈ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയി നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞു പോയിട്ടുള്ളതാണ്. ദെൻ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ടിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. യെസ്, പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, റാൻഡംലി സാമ്പിൾസ് സെലക്ട് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിലെ എല്ലാ ഐറ്റംസിനും അല്ലെങ്കിൽ എല്ലാ മെമ്പേഴ്സിനും സെലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത, ചാൻസസ് ഓഫ് ബീയിങ് സെലക്റ്റഡ്, അതെന്താണ്, ഈക്വൽ ആണ്, തുല്യമാണ്. എന്നാൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യല്ല, ഇത്തരത്തിൽ റാൻഡംലി സെലക്ട് ചെയ്യല്ല. അതുകൊണ്ടാണ് അതിനെ നോൺ റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അവിടെ എല്ലാ ഐറ്റംസിനും അല്ലെങ്കിൽ ആ ഒരു പോപ്പുലേഷനിലെ എല്ലാ യൂണിറ്റ്സിനും ഒരുപോലെ സെലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയില്ല. സോ ടൈപ്സ് ഓഫ് സാമ്പിളിംഗിൽ 2 എണ്ണമാണുള്ളത്, പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഇതിലെ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ നമ്മൾ എന്താ പറയുന്നത്, റാൻഡംലി സെലക്ട് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പോപ്പുലേഷനിലെ അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിലെ എല്ലാ ഐറ്റംസിനും സെലക്ട് ചെയ്യപ്പെടാനുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബട്ട് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ അങ്ങനെയല്ല. അവിടെ എന്താണ്, റാൻഡംലി അല്ല നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഐറ്റംസിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഈക്വൽ ചാൻസസ് ഇല്ല. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞ, അതായത് ജസ്റ്റ് മെൻഷൻ ചെയ്ത പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് ഇനി നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കാൻ പോണത്. Yes, a probability sampling method is any method of sampling that utilizes some form of random selection. അതായത് റാൻഡംലി ആണ് നമ്മൾ എന്ത് ചെയ്യണത്, പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ നമ്മൾ സാമ്പിൾസ് സെലക്ട് ചെയ്യണത്.
In order to have a random selection method, you must set up some process or procedure that assures that the different units in your population have equal probabilities of being chosen. ഇത്തരത്തിൽ റാൻഡംലി നമ്മൾ സെലക്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിലെ എല്ലാ ഐറ്റംസിനും ഈക്വൽ ചാൻസസ് ആണ് അല്ലെങ്കിൽ ഈക്വൽ പ്രോബബിലിറ്റീസ് ആണ്. എന്തിനാണ്? സെലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത തുല്യമാണ്. So it is also known as random sampling or chance sampling. Probability sampling നെ പറയുന്ന മറ്റു രണ്ട് പേരുകളാണ് random sampling and chance sampling. Yes, then the next one. Advantages of probability sampling. Probability sampling ന്റെ advantages എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. The first one, the absence of systematic error and sampling bias. റാൻഡംലി സെലക്ട് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ സിസ്റ്റമാറ്റിക് എററിനും അതുപോലെ തന്നെ സാമ്പിളിംഗ് ബയസിനുള്ള ചാൻസസ് കുറവാണ്. അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് എറേഴ്സോ സാമ്പിളിംഗ് ബയസസോ ഉണ്ടാവുന്നില്ല. Then the second one, രണ്ടാമത്തെ പോയിന്റ്, higher level of reliability of research finding. നമുക്ക് 100% അല്ലെങ്കിൽ 10% നമുക്ക് എന്ത് ചെയ്യാം? വിശ്വസിക്കാം. റിലയബിൾ ആണ്. അവിടുത്തെ റിലയബിലിറ്റി എന്ന് പറയുന്നത് കൂടുതലാണ്. കാരണം റാൻഡംലി ആണ് നമ്മൾ ചൂസ് ചെയ്യണത്. അപ്പോൾ ആ ഒരു പോപ്പുലേഷന്റെ അല്ലെങ്കിൽ ആ ഒരു എൻറ്റയർ യൂണിവേഴ്സിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ആ സാമ്പിൾസിന് പറ്റും എന്നുള്ള ഒരു ബിലീവ്. ദെൻ തേർഡ് വൺ, ഇൻക്രീസ്ഡ് അക്യുറസി ഓഫ് സാമ്പിളിംഗ് എറർ എസ്റ്റിമേഷൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്യുറസി കൂടുതലാണ്, സാമ്പിളിംഗ് എറേഴ്സിനുള്ള സാധ്യതയൊക്കെ കമ്മിയാണ്. ദെൻ ദ പോസിബിലിറ്റി ടു മേക്ക് ഇൻഫറൻസസ് അബൌട്ട് ദ പോപ്പുലേഷൻ. അതായത് നമ്മുടെ പോപ്പുലേഷനെ കുറിച്ചിട്ട് ഇൻഫറൻസസ് അല്ലെങ്കിൽ കൺക്ലൂഷൻസ് ഒക്കെ ഡ്രോൺ ചെയ്യാനുള്ള പോസിബിലിറ്റി പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ വളരെ കൂടുതലാണ്. അപ്പോൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത് റാൻഡംലി സെലക്ട് ചെയ്യുന്നതാണ് ഒരു പോപ്പുലേഷനിൽ നിന്ന്. ഇപ്പോൾ 100 ആളുകളിൽ നിന്ന് നമുക്ക് സാമ്പിൾ ആയി നമ്മളൊരു 20 ആളെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റാൻഡംലി ചൂസ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ആ 100 പേരിൽ ആരെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാനുള്ള സാധ്യത അവരുടെ മുന്നിൽ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്. ആരെ വേണമെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ അവരിൽ ആര് വേണമെങ്കിലും സെലക്ട് ചെയ്യപ്പെടാം. യെസ്, ദെൻ ദ നെക്സ്റ്റ് വൺ, ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. അഡ്വാൻറ്റേജസ് ഒരു 3 പോയിന്റ് നമ്മൾ സ്റ്റേറ്റ് ചെയ്തു. സോ ഇനി ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. The first one, higher complexity compared to non-probability sampling. Non-probability sampling-നെ കമ്പയർ ചെയ്യുമ്പോൾ കോംപ്ലക്സിറ്റി കൂടുതലാണ് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിന്. അതുപോലെ തന്നെ കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്നതാണ്. ദെൻ മോർ എക്സ്പെൻസീവ് ദാൻ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. നമ്മൾ നോൺ പ്രോബബിലിറ്റി അല്ലെങ്കിൽ നോൺ റാൻഡം സാമ്പിളിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോംപ്ലക്സിറ്റി കൂടുതലാണ്, ടൈം കൺസ്യൂമിംഗ് ആണ്, എക്സ്പെൻസീവ് ആണ്. അത് മൂന്നുമാണ് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആയി പറയണത്. ദെൻ ദ നെക്സ്റ്റ് വൺ, അടുത്തൊരു മെയിൻ ഹെഡിലേക്കാണ് നമ്മൾ പോണത്, ക്ലാസിഫിക്കേഷൻ ഓഫ് റാൻഡം സാമ്പിളിംഗ്. അതായത് റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ നമ്മുടെ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ്. ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, നമ്മുടെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഓർ അൺറെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ്. രണ്ട് രീതിയിലാണ് ഫസ്റ്റ് ഓഫ് ഓൾ ക്ലാസിഫൈ ചെയ്യണത്. റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനെ രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഓർ അൺറെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ്. ദെൻ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ്. അതിലെ ഫസ്റ്റ് വൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. യെസ്, under this method, each and every item of population or universe has an equal and independent chance of being included in the sample. ഒരു പോപ്പുലേഷനിലെ ഒരു യൂണിവേഴ്സിലെ എല്ലാ ഐറ്റംസിനും ഈക്വൽ ആൻഡ് ഇൻഡിപെൻഡന്റ് ചാൻസസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ സാമ്പിളിൽ ഇൻക്ലൂഡ് ചെയ്യാം അല്ലെങ്കിൽ സെലക്ട് ചെയ്യപ്പെടാനുള്ള ചാൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈക്വൽ ആണ്. ദെൻ features of simple random sampling. The first one, each person has same chances of being selected. ഇത്രയും നേരം പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാ പേഴ്സൺസിനും എല്ലാ ആളുകൾക്കും ഒരേപോലെ സാധ്യതയുണ്ട് സെലക്ട് ചെയ്യപ്പെടാൻ. ആൻഡ് ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് മെത്തേഡ്. സ്റ്റാൻഡേർഡ് മെത്തേഡ് ആണ്.
It's suitable for small population and where sampling frame is complete. സാമ്പിളിംഗ് ഫ്രെയിം അല്ലെങ്കിൽ സാമ്പിളിംഗ് ഫ്രെയിം എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യണത് ലിസ്റ്റ് ഓഫ് ഐറ്റംസ്. ഒരു യൂണിവേഴ്സിലെ എല്ലാ ഐറ്റംസിൻ്റെയും ലിസ്റ്റ് അത് മുഴുവനായിട്ടുണ്ട്. ആ ഒരു സാമ്പിളിംഗ് ഫ്രെയിം കംപ്ലീറ്റ് ആണ്. പോപ്പുലേഷൻ ചെറുതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ്. യെസ്, ദെൻ the unrestricted samples are usually obtained by using two methods. ഈ അൺറെസ്ട്രിക്റ്റഡ് സാമ്പിൾ അല്ലെങ്കിൽ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൽ രണ്ട് മെത്തേഡിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ സാമ്പിൾസ് സെലക്ട് ചെയ്യണത്. ഫസ്റ്റ് വൺ ലോട്ടറി മെത്തേഡ്, ദെൻ ദ സെക്കൻഡ് വൺ റാൻഡം നമ്പർ മെത്തേഡ്. നമ്മൾ പറയണത് നമ്മുടെ സാമ്പിളിംഗ് ടെക്നിക്കാണ്. സാമ്പിളിംഗ് ടെക്നിക് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണുള്ളത്. Then first one probability sampling non-probability sampling. മെയിൻ ആയിട്ട് രണ്ട് കാറ്റഗറീസ് അല്ലെങ്കിൽ രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണ്. അതിൽ പ്രോബബിലിറ്റി സാമ്പിളിങ്സിനെ നമ്മൾ വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ പറഞ്ഞത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗും ഉണ്ട്, ദെൻ റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗും ഉണ്ട്. ആ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിനെ പറയുന്ന മറ്റൊരു പേരാണ് അൺറെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ്. ആ അൺറെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് എന്താന്ന് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു. ഇനി അതിൽ നമ്മൾ എങ്ങനെയാണ് സാമ്പിൾസ് സെലക്ട് ചെയ്യണത് അതാണ് നമ്മൾ പറയണത്. രണ്ട് മെത്തേഡുകളാണുള്ളത്. ഫസ്റ്റ് വൺ ലോട്ടറി മെത്തേഡ്, ദെൻ ദ സെക്കൻഡ് വൺ റാൻഡം നമ്പർ മെത്തേഡ്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ലോട്ടറി മെത്തേഡ് എന്താ നോക്കാം. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡ്രോയിങ് ലോട്ട്സ് ഫ്രം ദ പോപ്പുലേഷൻ. ഇൻ ദിസ് മെത്തേഡ് ഓൾ ദ ഐറ്റംസ് ഓഫ് പോപ്പുലേഷൻ represented in small chits of paper of same size. Then this chit folded and mixed together. Then it deposited in a basket. All samples are picked from these chits. ലോട്ടറി മെത്തേഡ് നമുക്കറിയണതാണ്. നമ്മളിപ്പോൾ വെറുതെ ആണെങ്കിൽ നറുക്കെടുക്കുകയൊക്കെ ചെയ്യുമല്ലോ എന്തെങ്കിലും ചെറിയ ചെറിയ മത്സരങ്ങൾക്കൊക്കെ. അപ്പോൾ അതേപോലെ നമ്മൾ എന്ത് ചെയ്യാണ്, ലോട്ട്സ് എടുക്കുകയാണ്. ആ ഒരു പോപ്പുലേഷനിലെ എല്ലാ ഐറ്റംസിൻ്റെയും പേര്, അതായത് ആ ഫുൾ സാമ്പിൾ ഫ്രെയിം എന്ത് ചെയ്യുന്നുണ്ട്, ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഐറ്റംസ് ഒക്കെ ഓരോ ചെറിയ പേപ്പറിൽ സെയിം സൈസിലുള്ള ഓരോ ചിറ്റ്സിൽ നമ്മൾ എഴുതിയിടുകയാണ്. ലോട്ട്സിൽ ഇങ്ങനെ എഴുതിയിടാണ്, ഒരു ഫോൾഡ് ചെയ്യുന്നു, എഴുതിയിടുന്നു. അത് ഫോൾഡ് ചെയ്ത് ഒരുമിച്ച് എന്ത് ചെയ്യാണ്, മിക്സ് ചെയ്യാണ് ഒരു ബാസ്ക്കറ്റിൽ ഇട്ടിട്ട്. ദെൻ ആ ബാസ്ക്കറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ 10 സാമ്പിൾസ് ആണ് എടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ 10 പേപ്പേഴ്സ് അല്ലെങ്കിൽ 10 ലോട്ട്സ് 10 ചിറ്റ്സ് നമ്മൾ പിക്ക് ചെയ്യുകയാണ്. അത്തരത്തിലാണ് ലോട്ടറി മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യണത്, സാമ്പിൾസ് ഡ്രോ ചെയ്യണത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ M.Com ക്ലാസ്സിലെ 25 കുട്ടികൾ, 25 പേരുടെയും പേര് ഒരേ വലുപ്പമുള്ള സിമിലർ സൈസ് പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരേപോലത്തെ പേപ്പറിൽ എഴുതിയിടുന്നു, ചിറ്റ്സ് എഴുതുന്നു, ഒരേപോലെ അത് ഫോൾഡ് ചെയ്യുന്നു, എല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്യുന്നു, ഒരു ബാസ്ക്കറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതിന് വെറും 10 പേരുടെ പേരാണ് നമ്മൾ ചൂസ് ചെയ്യണത്. സോ എന്ത് ചെയ്യാണ്, ആ ബാസ്ക്കറ്റിൽ നിന്ന് 10 ചിറ്റ്സ് 10 ലോട്ട്സ് നമ്മൾ എടുക്കണം. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ലോട്ടറി മെത്തേഡിലൂടെ പറയണത്. ദെൻ നെക്സ്റ്റ് വൺ റാൻഡം നമ്പർ മെത്തേഡ്. ഈ റാൻഡം നമ്പർ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ റാൻഡം നമ്പർ ടേബിൾസ് ആണ് യൂസ് ചെയ്യണത്. നമുക്ക് പൊതുവേ നമ്മൾ കൂടുതലായിട്ട് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന 3 ടേബിൾസ് എന്ന് പറയുന്നത് ടിപ്പറ്റ്സ് ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ്, കെന്റൽ ആൻഡ് ബേബിങ്ടൺ സ്മിത്ത് നമ്പേഴ്സ്, ഫിഷർ ആൻഡ് യേറ്റ്സ് നമ്പേഴ്സ്. ഇത്തരത്തിൽ 3 ടേബിൾസ് ആണ് നമ്മൾ പൊതുവെ റാൻഡം നമ്പർ മെത്തേഡ്, ആ ഒരു റാൻഡം നമ്പർ ടേബിൾസ് നമ്മൾ യൂസ് ചെയ്യണത്. റാൻഡംലി സാമ്പിൾസ് സെലക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ദെൻ ആ ഒരു സാമ്പിൾസ് എങ്ങനെയാണ് സെലക്ട് ചെയ്യണത്, ഈ ടേബിൾസ് യൂസ് ചെയ്ത് ഈ റാൻഡം നമ്പർ മെത്തേഡിലൂടെ നമ്മൾ എങ്ങനെയാണ് സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നതെന്നാണ് പറയണത്. ഫസ്റ്റ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ്, ഒബ്റ്റെയിൻ കംപ്ലീറ്റ് സാമ്പിൾ ഫ്രെയിം. കംപ്ലീറ്റ് സാമ്പിൾ ഫ്രെയിം അതായത് ഒരു പോപ്പുലേഷനിലെ എല്ലാ ഐറ്റംസിൻ്റെയും, അതായത് ഈച്ച് ആൻഡ് എവറി ഐറ്റത്തിൻ്റെ പേര് നമ്മൾ എന്ത് ചെയ്യാണ്, ലിസ്റ്റ്, കംപ്ലീറ്റ് സാമ്പിൾ ഫ്രെയിം, കംപ്ലീറ്റ് ലിസ്റ്റ് ഒബ്റ്റെയിൻ ചെയ്തു. ദെൻ രണ്ടാമത്, ഗിവ് ഈച്ച് കേസ് എ യുണിക് നമ്പർ സ്റ്റാർട്ടിങ് അറ്റ് 1. ഓരോ കേസിനും അല്ലെങ്കിൽ ഓരോ ഐറ്റത്തിനും ഓരോ യുണീക് നമ്പർ കൊടുക്കുന്നുണ്ട്. 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് ഓരോ യുണീക് നമ്പർ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഡിസൈഡ് ദ റിക്വയർഡ് സാമ്പിൾ സൈസ്. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, റിക്വയർഡ് സാമ്പിൾ സൈസ് ഇപ്പോൾ 10 ആണ് അല്ലെങ്കിൽ 15 ആണ്, 100 ആണ്, 500 ആണ്,
എത്രയാണ് നമ്മുടെ സാമ്പിൾ സൈസ്, എത്ര സാമ്പിൾസ് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ അത് ഡിസൈഡ് ചെയ്യണം, അത് തീരുമാനിക്കണം. ദെൻ സെലക്ട് മെനി നമ്പേഴ്സ് ഫ്രം ടേബിൾസ്. ദെൻ എത്രയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത്രയും നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ടേബിളിൽ നിന്ന് പിക്ക് ചെയ്യുന്നു. ഇപ്പം ഞാൻ 1 ചൂസ് ചെയ്യുന്നു, ദെൻ 5 ചൂസ് ചെയ്യുന്നു, ദെൻ 90 ചൂസ് ചെയ്യുന്നു. അപ്പം അങ്ങനെ റാൻഡംലി ഒരുപാട് നമ്പേഴ്സ് ആ ടേബിളിൽ നിന്ന് ചൂസ് ചെയ്യാണ്. നമുക്ക് വേണ്ട അത്രയും, നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള സാമ്പിൾ സൈസിൻ്റെ അത്രയും. അപ്പോൾ അത്തരത്തിലാണ് റാൻഡം നമ്പർ മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ആ 3 ടേബിൾസ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സാമ്പിൾസ് സെലക്ട് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മുടെ പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ റെസ്ട്രിക്റ്റഡ് ആൻഡ് അൺറെസ്ട്രിക്റ്റഡ് സാമ്പിളിംഗ് ഉണ്ട്. അതിൽ അൺറെസ്ട്രിക്റ്റഡ് അല്ലെങ്കിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് അതെന്താന്ന് നമ്മൾ പറഞ്ഞു. ദെൻ അതുപോലെ തന്നെ ആ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൽ എങ്ങനെയാണ് നമ്മൾ സാമ്പിൾസ് സെലക്ട് ചെയ്യണത്, ഒന്നുകിൽ ലോട്ടറി മെത്തേഡ് ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ റാൻഡം നമ്പർ മെത്തേഡ് ആവാം എന്ന് പറഞ്ഞു. ഇനി നമുക്ക് വരുന്ന ടോപ്പിക് റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ്, അതെങ്ങനെയാണ്. ദെൻ അതിൽ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്, അത് ഓരോന്നും എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയി പഠിക്കാനുണ്ട്. സോ റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കും. ഇന്ന് നമ്മളിപ്പോൾ പറഞ്ഞത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്താണെന്ന് മെൻഷൻ ചെയ്തു, പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പറഞ്ഞു, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്താണെന്ന് പറഞ്ഞു ഇല്ലേ. ഓക്കെ, താങ്ക് യു.